ബുധനാഴ്ച പുലർച്ചെ 4:15 മനുഷ്യ മനസാക്ഷിയെ വേദനിപ്പിച്ച ആ സംഭവം അരങ്ങേറുന്നത്. കുവൈത്തിലെ തീപിടുത്തത്തിൽ ഞെരിഞ്ഞമർന്നത് 49 ജീവനുകളാണ്. അതിൽ 14 മലയാളികൾ. താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് തീ പടരുന്ന വിവരം താഴെ നിന്നവർ വിളിച്ചു പറയുന്ന ബഹളം കേട്ടാണ് നജീം ഞെട്ടിയുണർന്നത്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ചുറ്റും ഇരച്ചു കയറുന്ന പുകച്ചുരുളുകൾ. നജീം താമസിച്ചിരുന്ന 1-ാം നിലയിലെ തറയിലേക്ക് ചൂട് പതിയെ പടരുന്നു. ഷമീർ എവിടെ? എന്റെ മനസ്സിലേക്ക് ആദ്യം വന്ന ചോദ്യം അതായിരുന്നു. പരിക്കേറ്റ് ചികിത്സയിലുള്ള താമരക്കുളം ഉണ്ടാൻ്റെയത്ത് വിളയിൽ നജീം സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. തന്റെ ബാങ്ക് വായ്പ അടച്ചു തീർക്കാനായി ഉടൻ നാട്ടിലേക്ക് പോകാനൊരുങ്ങുന്ന ഷമീറിന്റെ മരണ വാർത്തയാണ് പിന്നീട് ഏവരും കേട്ടത്. അയൽവാസിയും സുഹൃത്തുമായ ഷമീറിനെ പലതവണ നജീം ഫോണിൽ വിളിച്ചു. പക്ഷേ എടുക്കുന്നില്ല. ബെല്ലും കിട്ടുന്നില്ല. ചവിട്ടുപടി കയറി 6-ാം നിലയിലെത്തി വിവരം പറയാൻ സാധിക്കാത്ത സ്ഥിതി. അവിടെയെല്ലാം തീയും പുകയും. പകച്ചു നിന്ന നജീം മരണവെപ്രാളത്തിൽ 1-ാം നിലയിൽ നിന്ന് താഴേക്കു ചാടി. കൈയും കാലും പരിക്കേറ്റ നജീമിനെ ആളുകൾ ആശുപത്രിയിലേക്ക് മാറ്റി. ഫോണിൽ കിട്ടിയിരുന്നെങ്കിൽ അവനെ രക്ഷിക്കാമായിരുന്നു. അവൻ എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല. എനിക്ക് അവനെ വിളിച്ചുണർത്താൻ പറ്റിയില്ലല്ലോ. നജീമിന്റെ തൊണ്ടയിടറി. വാക്കുകൾ മുറിഞ്ഞു. കുവൈത്തിൽ തീ പടർന്ന കെട്ടിടത്തിന്റെ 1-ാം നിലയിലാണ് നജീം താമസിച്ചിരുന്നത്. ഷമീർ 6-ാം നിലയിലും. സുഹൃത്തുക്കളായ ഇരുവരും വൈഗ്യാങ്കരയിൽ അടുത്തടുത്ത വീട്ടുകാരാണ്. നേരത്തെ കുവൈത്തിലെത്തിയ നജീമാണ് ഷമീറിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. കുവൈത്തിലെ മംഗഫിൽ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ഷമീർ അപകടമുണ്ടാകുന്നതിന് 2.5 മണിക്കൂർ മുമ്പും ഭാര്യ സുറുമിയെ വിളിച്ചിരുന്നു. ബാങ്ക് വായ്പ അടച്ചു തീർക്കാനായി ഉടൻ നാട്ടിലെത്താനിരുന്നതാണ് ഷമീർ. ബുധനാഴ്ച പുലർച്ചെ 1:50 വരെ ഷമീർ വാട്സപ്പിൽ ഓൺലൈൻ ആയിരുന്നെന്ന് ബന്ധുക്കൾ പറയുന്നു. പ്രവാസി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി ജീവനക്കാർ താമസിക്കുന്ന മംഗഫിലെ ബ്ലോക്ക് 4-ലെ 6-ാം നില കെട്ടിടത്തിലാണ് സംഭവം നടന്നത്. കെട്ടിടത്തിലെ വിവിധ ഫ്ളാറ്റുകളിലായി 195 പേരാണ് താമസിച്ചിരുന്നത്. താഴത്തെ നിലയിൽ നിന്നാണ് തീ പടർന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുലർച്ചെ ആളുകൾ നല്ല ഉറക്കത്തിലായിരുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. താഴെ നിലയിൽ നിന്നാണ് തീ ആളിപ്പടർന്നതെന്നാണ് വിവരം. കടുത്ത പുക ശ്വസിച്ച് ശ്വാസം മുട്ടിയാണ് പലരും മരിച്ചത്. പലരും രക്ഷപ്പെടാനായി കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു. ഇവരിൽ പലരും മരിക്കുകയും ചിലർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അഗ്നിശമന സേനയും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പരിക്കേറ്റവരുടെ ചികിത്സക്കായി ആരോഗ്യ മന്ത്രാലയം പ്രത്യേക മെഡിക്കൽ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. മലയാളികളടക്കം ഒട്ടേറെ പേർ താമസിക്കുന്ന തൊഴിലാളി ക്യാമ്പാണിത്.